الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. അഥവാ ദീനിൻ്റെ എല്ലാ മേഖലയും നമുക്ക് വിശദീകരിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ഹദീസുകൾ കേൾക്കുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇന്നു മുതൽ ഫജ്ർ നിസ്കാര ശേഷം അല്പസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിച്ച ഹാഫിദ് അബ്ദുൽ അലീം ഇബ്നു അബ്ദുൽ ഖവി അൽ മുൻദിരി റഹിമഹുള്ളയുടെ അത്തർഗീബ് വത്തർഹീബ് എന്ന കിതാബ്, ആ ഗ്രന്ഥത്തിലെ സ്വഹീഹായ ഹദീസുകൾ മാത്രം എടുത്തുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള സ്വഹീഹ് തർഗീബ് വത്തർഹീബ് എന്നൊരു കിതാബ് ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ കിതാബാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. തർഗീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം സൽക്കർമ്മങ്ങളോട് ആഗ്രഹവും അതുപോലെ തിന്മകൾ ഒഴിവാക്കാൻ ആഗ്രഹമുള്ളവനായിരിക്കും. തർഹീബ് എന്ന് പറഞ്ഞാൽ താക്കീതും ഭയപ്പെടുത്തുക. ഒരു മുസ്ലിം തിന്മകളിൽ വീഴുമോ എന്ന് ഭയമുള്ളവനും അതുപോലെ നന്മകൾ നഷ്ടപ്പെടുമോ എന്ന് ഭയമുള്ളവനുമായിരിക്കും. അപ്പോൾ ഈ കിതാബിൽ എല്ലാ മേഖലയിലെ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു കിതാബാണ്. അഥവാ നമ്മൾ റിയാദുസ് സാലിഹീനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടിയോളം സ്വഹീഹായ ഹദീസുകളുള്ള കിതാബാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തിലാണ് ഈ കിതാബ് പ്രധാനമായും ക്രോഡീകരിച്ചിട്ടുള്ളത്. അഥവാ സൽക്കർമ്മങ്ങളിലേക്ക് പ്രോത്സാഹനവും പാപങ്ങളും തിന്മകളും എല്ലാം ഒഴിവാക്കേണ്ടതും. കൂടുതൽ ഒരാമുഖമായിട്ട് പറയുന്നില്ല. ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഭാഗം കിതാബുൽ ഇഖ്ലാസ്, അത്തർഗീബ് ഫിൽ ഇഖ്ലാസ് വസ്സിദ്ഖി വനിയ്യത്തി സ്വാലിഹ. ഇഖ്ലാസ്, അള്ളാഹുവിനോട് നിഷ്കളങ്കതയും അതുപോലെ തന്നെ സിദ്ഖ്, സത്യസന്ധതയും സാലിഹായ നിയ്യത്തും, ഏറ്റവും നല്ല നിയ്യത്തും ഉണ്ടായിരിക്കണമെന്നതാണ്. നമുക്കറിയാം, ദീനിന്റെ ഏതൊരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഇഖ്ലാസ് വേണം, രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് മുതാബഅത്തോടു കൂടിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ കിതാബിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം, ഒന്ന് കിതാബുൽ ഇഖ്ലാസ് ആണ്, അടുത്ത കിതാബുസ് സുന്നയാണ്. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസിൽ ഒന്നാമത്തേത്, عن ابن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, انطلق ثلاثة نفر ممن كان قبلكم. നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവരിൽ മൂന്നാളുകൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയുണ്ടായി. ഹത്താ ആവാഹുമുൽ മബീതു ഇലാ ഗാരിൻ. അങ്ങനെ അവർ രാത്രിയിൽ തങ്ങാൻ വേണ്ടി ഒരു ഗുഹക്കകത്ത് പ്രവേശിച്ചു. മറ്റു ചില റിവായത്തുകളിൽ ശക്തമായ മഴ വന്നപ്പോൾ ഒരു ഗുഹക്കകത്ത് പ്രവേശിച്ചു. ഫദഖലൂഹു ഫൻഹദറത് സഖറത്തും മിനൽ ജബൽ. അങ്ങനെ ആ ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ വലിയൊരു കല്ല് വന്നുകൊണ്ട് ആ ഗുഹയുടെ മുൻഭാഗം അത് അടച്ചു. ഫസദ്ദത് അലൈഹിമുൽ ഗാർ ഫഖാലു ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറ ഇല്ലാ അൻ തദ്ഉ അല്ലാഹ ബിസ്വാലിഹി അഅമാലികും. അങ്ങനെ അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു, ഇനി അള്ളാഹുവിനോട് നമ്മുടെ സ്വാലിഹായ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്താലല്ലാതെ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. മറ്റു ചില റിവായത്തിൽ സിദ്ഖോട് കൂടി നമ്മൾ ചെയ്ത കർമ്മം കൊണ്ടല്ലാതെ ഇതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദുആ ചെയ്യാൻ ആരംഭിച്ചു. ഫഖാല റജുലുൻ മിൻഹും, അതിലൊരാൾ പറഞ്ഞു, അല്ലാഹുമ്മ കാന ലീ അബവാനി ശൈഖാനി കബീറാൻ. അല്ലാഹു, എനിക്ക് പ്രായമേറിയ മാതാപിതാക്കളുണ്ട്. വകുൻതു ലാ അഗ്ബുഖു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ. ഞാൻ അവർക്ക് മുൻപായിക്കൊണ്ട് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വന്നാൽ പാല് കറന്നുകൊണ്ട് എൻ്റെ മറ്റു കുടുംബത്തിനോ അടിമകൾക്കോ ജോലിക്കാർക്കോ ഒന്നും കൊടുക്കാറില്ല, ആദ്യം അവർക്കാണ് നൽകാറുണ്ടായിരുന്നത്. ഫനആബി ത്വലബു ശജൻ യൗമൻ ഫലം ഉരിഹ്. അങ്ങനെ ഒരു ദിവസം ചില ആവശ്യങ്ങളുമായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ട് എനിക്ക് കൃത്യസമയത്ത് തിരിച്ചു വരാൻ സാധിച്ചില്ല.
അലൈഹിമ ഹത്താ നാമ, ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫഹലബ്തു ലഹുമാ ഗബൂഖഹുമാ, അങ്ങനെ ഞാൻ നേരം വൈകി വന്നിട്ടും അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള പാല് കറന്നുകൊണ്ട് കൊണ്ടുവന്നു. ഫവജദ്തുഹുമാ നാഇമീൻ, അവർ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫകരിഹ്തു അൻ അഗ്ബുഖ ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ, അവർക്ക് മുമ്പായിക്കൊണ്ട് എന്റെ കുടുംബത്തിനോ ബാക്കിയുള്ള ആളുകൾക്കോ ഇത് നൽകുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫലബിസ്തു വൽഖദഹു അലാ യദി, ഞാൻ അവിടെ കാത്തു നിന്നു, അവരെഴുന്നേൽക്കാൻ വേണ്ടി കാത്തു നിന്നു എന്റെ കയ്യിൽ ആ പാത്രവുമായിട്ട്. അൻതളിറു ഇസ്തിഖാലഹുമാ ഹത്താ ബറഖൽ ഫജ്ർ, അങ്ങനെ ഫജ്ർ വരെ ഞാൻ കാത്തു നിന്നു, അപ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത്. زاد بعض الرواة والصبية يتلاغون عند قدمي, ചില റിവായത്തുകളിൽ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു, എന്റെ അടുക്കൽ കരയുന്നുണ്ടായിരുന്നു. فاستيقظا فشربا غبوقهما, അങ്ങനെ അവർ എഴുന്നേറ്റ് അവർ അതിൽ നിന്ന് കുടിച്ചു. اللهم إن كنت فعلت ذلك ابتغاء وجهك, അല്ലാഹു ഇത് ഞാൻ ചെയ്തത് നിന്നെ മാത്രം ഉദ്ദേശിച്ച്, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ففرج عنا ما نحن فيه من هذه الصخرة, ഈ ഒരു ഞങ്ങൾ അകപ്പെട്ട ഈ ഒരു കല്ലിൽ നിന്ന്, ഈ ഗുഹയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു തുറവി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഫൻഫറജത് ഷൈഅൻ ലാ യസ്തതിഊന അൽ ഖുറൂജ്, കുറച്ച് ആ കല്ല് നീങ്ങി, പക്ഷേ പുറത്തു കടക്കാൻ പറ്റുമായിരുന്നില്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഖാല ലാഖർ, രണ്ടാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ കാനത് ലീ ഇബ്നതു അമ്മിൻ കാനത് അഹബ്ബ അന്നാസി ഇലയ്യ, അല്ലാഹു എനിക്ക് ഒരു എന്റെ പിതൃവ്യന്റെ മകളുണ്ടായിരുന്നു, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫഅറദ്തുഹ അൻ നഫ്സിഹ, ഞാൻ അവളെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫംതനഅത് മിന്നി, പക്ഷേ ഹറാമായ നിലക്കൊരു കാര്യത്തിന് അവൾ സമ്മതിച്ചിട്ടില്ല. ഹത്താ അലമ്മത് ബിഹാ സനതും മിനസ് സിനീൻ, അങ്ങനെ കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിട്ടുള്ള ഒരു സമയത്ത് ഫജാഅത്നി, അവൾ എന്റെ അടുക്കൽ പണവും ചോദിച്ചുകൊണ്ട് വന്നു ജീവിതാവശ്യത്തിന്. ഫഅതൈതുഹാ 20 و100 ദീനാർ, ഞാൻ അവൾക്ക് 120 ദീനാർ നൽകി. അലാ അൻ തുഖല്ലിയ ബൈനി വബൈന നഫ്സിഹ, എന്തടിസ്ഥാനത്തിൽ? അവൾ എന്റെ ആഗ്രഹത്തിന് സമ്മതിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ. ഫഫഅലത്, അവൾ സമ്മതിച്ചു. ഹത്താ ഇദാ ഖദർതു അലൈഹാ ഖാലത് ലാ ഉഹില്ല ലക അൻ തഫുദ്ദൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, അങ്ങനെ ഒരു ഹറാമായ ബന്ധത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും ഇത് അനുവദനീയമാകില്ല, വിവാഹത്തിലൂടെ അല്ലാതെ ഇത് അനുവദനീയമാകില്ല എന്ന് പറഞ്ഞു. ഫതഹറജ്തു മിനൽ വുഖൂഇ അലൈഹാ, അദ്ദേഹം പറയാ, ഞാൻ ആ സമയത്ത് ആ തിന്മയിൽ നിന്ന് ഒഴിവായി. ഫൻസറഫ്തു അൻഹാ വഹിയ അഹബ്ബു അന്നാസി ഇലയ്യ, അതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് പോലും. വതറക്തു അദ്ദഹബ അല്ലദീ അഅതൈതുഹാ, അവൾക്ക് കൊടുത്ത ആ സ്വർണം, ആ സമ്പത്ത് അത് അവൾക്ക് തന്നെ നൽകുകയും ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ബിതിഗാഅ വജ്ഹിക്, അല്ലാഹു ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, ഈ അവസ്ഥയിൽ ഞങ്ങൾക്കൊരു തുറവ് നൽകണമേ. ഫൻഫറജത്തിസ് സഖറ ഗൈറ അന്നഹും ലാ യസ്തതിഊന അൽ ഖുറൂജ മിൻഹാ, ആ കല്ല് കുറച്ചുകൂടി നീങ്ങി, പക്ഷെ പുറത്തു കടക്കാൻ പറ്റുമായിരുന്നില്ല. വഖാല അസ്സാലിസ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഇസ്തഅജർതു ഉജറാ, അല്ലാഹു ഞാൻ കുറച്ച് ജോലിക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പണത്തിന് കൊടുത്തിട്ട്. വഅതൈതുഹും അജ്റഹും, അങ്ങനെ അവർ ജോലി ചെയ്തു പോയപ്പോൾ അവരുടെ പണം ഞാൻ കൊടുത്തു. ഗൈറ റജുലിൻ വാഹിദിൻ, ഒരാൾ ഒഴികെ. തറക്കല്ലദീ ലഹു വദഹബ, അയാൾ ആ പണം വാങ്ങാതെ അയാൾ പോയി. ഫശമ്മർതു അജ്റഹു ഹത്താ കസുറത് മിൻഹുൽ അംവാൽ, ഞാൻ അയാളുടെ ആ കൂലി ഞാൻ എന്ത് ചെയ്തു, മറ്റു ചില കച്ചവടങ്ങൾക്കും മറ്റും ഉപയോഗിച്ച് അത് ധാരാളമായി വർദ്ധിച്ചു. ഫജാഅനി ബഅദ ഹീനിൻ, അതിന് കുറച്ചു കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു. ഫഖാല ലി, എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ അബ്ദല്ലാഹ് അദ്ദി ഇലയ്യ അജ്രി, എന്നിട്ട് ചോദിച്ചു എന്റെ പ്രതിഫലം നീ എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. ഫഖുൽതു കുല്ലു മാ തറാ മിൻ അജ്രിക്, എന്നിട്ട് ആ സമ്പത്ത് കൊണ്ടുണ്ടായ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം നിന്റേതാണ്. മിനൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വൽ റഖീഖ്, ഒട്ടകവും പശുക്കളും ആടുകളും അതുപോലെ തന്നെ അടിമകളുമെല്ലാം. ഫഖാല, അപ്പോൾ അയാൾ അത്ഭുതത്തോട് പോയി ചോദിച്ചു, യാ അബ്ദല്ലാഹ് ലാ തസ്തഹ്സി ബി, എന്നെ നീ കളിയാക്കരുത് പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നി ലാ അസ്തഹ്സിഉ ബിക്, ഞാൻ നിന്നെ കളിയാക്കിയതല്ല. ഫഅഖദഹു കുല്ലഹു ഫസ്താഖഹു ഫലം യത്രുക് മിൻഹു ഷൈഅൻ, അങ്ങനെ അയാൾ അത് എല്ലാം എടുത്തുകൊണ്ട് പോയി, ഒന്നും ബാക്കി വെച്ചില്ല. എന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹു ഇത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് എങ്കിൽ ഫഫ്റുജ്,
അന്നാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അകപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു തുറവി നൽകണം. ഫൻഫറജത്തിൽ സഖറതു ഫഖറജു യംശൂൻ, അങ്ങനെ ആ കല്ല് നീങ്ങിപ്പോവുകയും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് ഇഖ്ലാസിന്റെയും സിദ്ഖിന്റെയും ബാബിൽ നമുക്ക് വലിയൊരു ഗുണപാഠമാകുന്ന ഒരു ഹദീസാണ്. ധാരാളം പാഠങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രധാനമായിട്ടും ഉള്ള കാര്യം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കുകളാവട്ടെ, മാതാപിതാക്കളോട് മറ്റുള്ള അവകാശങ്ങളാവട്ടെ, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒഴിവാക്കലാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സാമ്പത്തികമായിട്ടുള്ളതാവട്ടെ അത് വീട്ടിൽ കൊടുക്കുന്നിടത്താവട്ടെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ച് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം കിട്ടുന്ന അമലുകൾ. അതുപോലെ തന്നെ അങ്ങനെയുള്ള അമലുകളെ മുൻനിർത്തി നമ്മുടെ ഞെരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാവുന്നതാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത കാര്യങ്ങൾ, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയ കാര്യങ്ങൾ, അള്ളാഹുവിൽ നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ, ഇതിനെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നിനക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ ദുആ സ്വീകരിക്കണമേ എന്ന നിലക്ക് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. ഇതിൽ പറഞ്ഞ 3 കാര്യങ്ങളും, ഒന്നാമത്തേത് മാതാപിതാക്കളോടുള്ളത്. ഇതിൽ ചില ആളുകൾക്ക് സംശയം വരാം, കുട്ടികൾ അവിടെ കരഞ്ഞിട്ടും കുട്ടികൾക്ക് കൊടുക്കാതെ എന്തുകൊണ്ട് കാത്തു നിന്നു എന്നുള്ളത്. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവരുടെ ശർഇൽ മാതാപിതാക്കൾക്ക് ആദ്യം നൽകണം അല്ലെങ്കിൽ ആ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളത് നിർബന്ധമായിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തേത്, കുട്ടികൾ വിശന്നുകൊണ്ട് കരഞ്ഞതാകില്ല, കാരണം അടിസ്ഥാനമായിട്ടുള്ള വിശപ്പ് അവിടെ നീങ്ങിയിട്ടുണ്ടാകും, ഇത് അധികമായിട്ടുള്ളതായിരിക്കും, അതുകൊണ്ടാണ് നൽകാതിരുന്നത് എന്നാണ്. രണ്ടാമത്തേത്, ഒരു ഹറാമിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഒഴിവാക്കുന്നത്. മൂന്നാമത്തേത്, ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സംശയമുള്ള കാര്യമാണ്, അയാളുടെ കൂലി മാത്രം കൊടുത്താലും വന്ന ആൾക്ക് തൃപ്തിയാവും, പക്ഷെ അതുകൊണ്ടുണ്ടായതെല്ലാം അത് വീട്ടിൽ കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ ഏത് കാര്യവും ആ രീതിയിൽ അതിന്റെ കൃത്യമായ നിലക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഞെരുക്കത്തിൽ ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ആകാശത്തിലുള്ള എന്ത് കാര്യവും, അത് കടലാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, ആകാശമാവട്ടെ, ഏത് മനുഷ്യനോ ജിന്നോ മത്സ്യങ്ങളോ ഏത് മൃഗങ്ങളാവട്ടെ, ഇതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലെങ്കിൽ ഈ ദുആ കൊണ്ട് ആ കല്ല് നീങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതൊരു സാഹചര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് ഏതൊരു ഞെരുക്കത്തിൽ നിന്നും തുറവി, അത് പർവ്വതം നീങ്ങിയിട്ടാവട്ടെ, കടൽ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടാവട്ടെ, കാറ്റുകൊണ്ടാവട്ടെ, മേഘങ്ങൾ കൊണ്ടാവട്ടെ, ഇങ്ങനെ എല്ലാ ഹദീസുകൾ വന്നിട്ടുണ്ട്, ധാരാളം സംഭവങ്ങൾ അതവിടെ സംഭവിക്കും. മാഷാ അല്ലാഹു കാന വമാ ലം യശാ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിച്ച് സംഭവിക്കും, ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയുമില്ല. അപ്പോൾ ഈ ഹദീസിന്റെ പ്രധാന പാഠം, നമ്മുടെ അമലുകൾ അത് ഇഖ്ലാസും സിദ്ഖുമുള്ളതായിരിക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ലക്ഷ്യം അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ടായിരിക്കണം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങൾ നമ്മുടെ ഉദ്ദേശത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുന്ന ഖൽബിന്റെ അമലുകളിൽ നമ്മൾ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് ഈ കിതാബിന്റെ ആദ്യത്തിൽ ഇമാം അൽ മുൻദിരി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദിവസങ്ങളിലായി നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബിൽ നിന്ന് അല്ലെങ്കിൽ ഇതിലെ ഹദീസുകളിൽ നിന്ന് അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.